സ്വർണ്ണവില റെക്കോർഡിലെത്തിയതോടെ മോഷണങ്ങളും പെരുകി. അടച്ചിട്ട വീടുകളാണ് മോഷ്ടാക്കൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് നഗരത്തിൽ അടുത്ത ദിവസങ്ങളിൽ 67 പവൻ സ്വർണം 2 വീടുകളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു. വീടുകൾ പൂട്ടി യാത്ര പോകുമ്പോൾ അടുത്ത സ്റ്റേഷനിൽ വിവരം അറിയിക്കണം എന്ന് ആവർത്തിക്കുന്നുണ്ട് പോലീസ്. സ്വർണ്ണാഭരണങ്ങൾ കൂടുതലായി അണിയുന്നവർക്കും വീടുകളിൽ സൂക്ഷിക്കുന്നവർക്കും ഇത് നല്ല കാലമല്ല. സ്വർണ്ണവില കുത്തനെ ഉയർന്നതോടെ കിട്ടുന്നത് എന്തും കൈക്കലാക്കാൻ തക്കം പാർത്ത് നമുക്ക് ചുറ്റും നിൽക്കുകയാണ് മോഷ്ടാക്കൾ. കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശി വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് 22 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിച്ചത്. വിഷ്ണുവും കുടുംബവും ബന്ധുവീട്ടിൽ ചടങ്ങിന് പോയി തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നെന്ന് മനസ്സിലാക്കിയത്. മോഷ്ടാവ് വീടിനകത്ത് കയറിയത് മുകൾ ഭാഗത്തെ വാതിലിന്റെ പൂട്ട് തകർത്തു. വീട് നിരീക്ഷിച്ചു. ആളുകൾ തിരിച്ചു വന്നില്ലെന്ന് ഉറപ്പിച്ചാണ് മോഷ്ടാവ് എത്തിയത്. സെപ്റ്റംബർ 28 രാത്രി കക്കോടിയിലെ ഒരു വീട്ടിൽ മോഷണ ശ്രമം. ഇത് അയൽവാസികൾ അറിഞ്ഞതോടെ മോഷ്ടാവ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പാറക്കുളത്ത് വെച്ച് പോലീസ് പിടിയിലായി. ചോദ്യം ചെയ്തപ്പോഴാണ് പറമ്പിൽ ബസാറിൽ നിന്ന് 22 പവൻ സ്വർണം കവർന്നത് താനാണെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചത്. സമീപ നാളുകളിൽ നടന്ന 10-ലധികം കവർച്ചകൾക്ക് പിന്നിലും താനാണെന്ന് പ്രതിയായ കക്കോടി സ്വദേശി അഖിൽ സമ്മതിച്ചു. കോഴിക്കോട് നഗരത്തിൽ തന്നെ നാട്ടുകാരെ ഞെട്ടിച്ച അടുത്ത വൻമോഷണം മെഡിക്കൽ കോളേജ് അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ ഗായത്രിയുടെ വീട്ടിൽ. വീട് കുത്തിത്തുറന്ന് 45 പവൻ സ്വർണവും 10,000 രൂപയുമാണ് മോഷ്ടിച്ചത്. സ്വദേശമായ തിരുവനന്തപുരത്തായിരുന്ന ഡോക്ടറും കുടുംബവും തിരിച്ചെത്തുന്നതിന് മണിക്കൂറുകൾ മുൻപായിരുന്നു മോഷണം. ലോക്കപ്പ് ഉണ്ടായിരുന്നു ഗേറ്റിൻ്റെ. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു തുണി ചുറ്റിയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നിയത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അത് സംശയം തോന്നിയപ്പോൾ വാതിൽ പിന്നെ പാർഷ്യലി ഓപ്പൺഡാണ്. ഞങ്ങൾ പിന്നെ ഇവിടെ റെസിഡൻസിലെല്ലാം വിളിച്ച് പറഞ്ഞു. അവർ പോലീസിനെ വിളിച്ച് അവരുടെ കൂടെ സാന്നിധ്യത്തിലാണ് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അപ്പം ജ്വല്ലറി ബോക്സിലെ ജ്വല്ലറീസ് പോയി. മോഷ്ടാവ് പശ്ചിമ ബംഗാൾ സ്വദേശി തപസ് കുമാർ സാഹ. CCTV ദൃശ്യങ്ങളുടെയും സൈബർ സെല്ലിൻ്റെയും സഹായത്തോടെയാണ് മോഷ്ടാവിനെ പോലീസ് തിരിച്ചറിഞ്ഞത്. മോഷണശേഷം നാട്ടിലേക്ക് കടന്ന ഇയാളെ പശ്ചിമ ബംഗാളിലെത്തി പോലീസ് പിടികൂടി. ഒക്ടോബർ 9 പ്രതിയെ അന്വേഷണ സംഘം പിടികൂടിയത്. പൊന്നും വിലയുടെ കാലത്ത് വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നവരോടും വീട് പൂട്ടി യാത്ര പോകുന്നവരോടും പോലീസിന് ആവർത്തിച്ച് ആവശ്യപ്പെടാനുള്ളത് ഒരിക്കലും പറയാനുള്ളത്, വീടുകളിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ഇത്ര സ്വർണ്ണമോ ഒക്കെ വീട്ടിൽ തന്നെ വെച്ച് പോകണോ, ഈസിയായിട്ട് കിട്ടാവുന്ന സ്ഥലത്ത് വെച്ച് പോകണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വില കൂടുന്ന സമയമാണ്. കള്ളന്മാർ പറയുന്ന കാര്യം അത് തന്നെയാണ്. സ്വർണ്ണത്തിന് വില കൂടുകയാണ് സാർ, അതുകൊണ്ട് ഞങ്ങളുടെ ഇതിലേക്ക് തിരിയാണെന്ന രീതിയിലേക്കാണ് വരുന്നത്. വീട് പൂട്ടി പോകുമ്പോൾ ഞങ്ങളെ അറിയിക്കണമെന്ന് ഞങ്ങൾ പോലീസ് പറയാറുണ്ട്. അറിയിക്കുന്ന വീടുകളിൽ നമ്മൾ പെട്രോളിംഗ് നോക്കാറുണ്ട്. വീട്ടിൽ വെച്ച് പോവുകയാണെങ്കിലും ആ വെച്ച് പോകുന്ന ഈസിലി കള്ളന്മാർ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് ആകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.